Hi all, good morning and welcome to PsychQuesta. അപ്പോൾ നമ്മൾ സാധാരണ തേർഡ് ഇയേഴ്സിന് കേസ് ഡിസ്കഷൻസിലൂടെയാണ് ക്ലാസ് എടുക്കാറുള്ളത്. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണല്ലോ സൈക്കോളജി എപ്പോഴും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോ ചില കേസസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അതായത് നമ്മൾ സൈക്കോളജി പഠിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ തന്നെ നമുക്ക് സിംറ്റംസ് മനസ്സിലാക്കി അതിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോഴാണ് അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന സമയത്ത് ഇത് ഇന്ന ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസ് ഇതാണ്, സിംറ്റംസ് കേട്ടിട്ട് ഇത് ഇന്ന ഡിസോർഡർ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എസ്പെഷ്യലി ഒരുപാട് സിനിമയിൽ പല ഡിസോർഡേഴ്സും കോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടെത്താൻ നമുക്ക് പറ്റാന്ന് അറിയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തേർഡ് ഇയറിന് തന്നെ 9ാമത്തെ ചാപ്റ്റർ OCD ആണ്. OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അപ്പൊ OCD അമിത വൃത്തി എന്നുള്ളത് ഒരു OCD ആണെന്ന് വിചാരിച്ചിരിക്കുന്ന പല ആളുകളുണ്ട്. നമ്മളടുത്തൊക്കെ കേസ് നമ്മുടെ പേഷ്യൻസ് വരുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് OCD ആ മാം, എനിക്ക് ഭയങ്കര വൃത്തിയാണ് എന്നുള്ളത്. അപ്പോ അതില് ഒരു ഫിലിം ഉണ്ട് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ 24 നോർത്ത് ആണ്. പലരും ആ സിനിമയിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫഹദ് ഫാസിലിന് OCD ആണെന്ന്. കാരണം ഫഹദ് ഫാസിൽ എണീക്കുന്നു, കുളിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, 3 ഇഡ്ഡലി കഴിക്കുന്നു, അല്ലെ, ഹാൻഡ് വാഷ് അല്ലെങ്കിൽ എന്താ പറയാ ചീത്ത വിളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ശരിക്കും ഫഹദ് ഫാസിലിന് ഒരിക്കലും OCD അല്ല, OCP. ആദ്യം പറയുന്ന കാര്യം ഡി എന്ന് ഡിസോർഡർ എന്ന് പറയാനേ പാടില്ല. കാരണം ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ മാനസിക പ്രശ്നം, രോഗമാവുന്നത് ആ ഒരു അവസ്ഥ കൊണ്ട് അയാൾക്കോ അയാളുടെ ചുറ്റുമുള്ളവർക്കോ ജീവിക്കാൻ ബുദ്ധിമുട്ട്, അതായത് ഡെയിലി ലൈഫ് കൊണ്ടുപോകാൻ പോലും ബുദ്ധിമുട്ടാകുമ്പോഴാണ് അതൊരു ഡിസോർഡർ ആയിട്ട് മാറുന്നത്. അല്ലാത്ത പക്ഷം അതെന്താണ്, മാനസികാരോഗ്യ പ്രശ്നമാണ്. അപ്പോ 24 നോർത്ത് കാലത്തില് നമ്മുടെ ഫഹദ് ഫാസിലിന് OCP ട്രൈറ്റ് ആണ് ഉള്ളത്. OCP, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി. OCD വേറെയാണ്, OCPD വേറെയാണ്. ഈ OC എന്ന് പറയുന്നത്, ഒബ്സസീവ് കമ്പൾസീവ് എന്ന് പറഞ്ഞാല് ഒരു തോട്ട് കിടന്ന് ഇങ്ങനെ കറങ്ങും. അതായത് ആ തോട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരും. ആ തോട്ടിനെ മറികടക്കാൻ അല്ലെങ്കിൽ ആ തോട്ട് കാരണമുള്ള ഡിസ്കംഫർട്ട് പോവാൻ വേണ്ടിയിട്ട് റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ചെയ്യുന്നതാണ് OC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ OCD എന്ന് പറയുന്നത്. നിങ്ങൾ കൈ കഴുകിയ ശരിയായില്ല, കൈ കഴുകിയ ശരിയായിട്ടില്ല, ഗ്യാസ് സ്റ്റൗ കൂട്ടിയിട്ടില്ല, വീട് കത്തിപ്പോകും. അത് ആ ചിന്ത വരുമ്പോൾ ഭയങ്കര ഡിസ്ട്രെസ് ആണ്. അതായത് അവരിങ്ങനെ ആ ചിന്ത കാരണം ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന ചിന്ത ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പൊ ആ ചിന്ത ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിനനുസരിച്ച് പോയിട്ട് റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ, ഈ റിപ്പീറ്റേറ്റീവ് ബിഹേവിയറിനാണ് കമ്പൾഷൻ എന്ന് പറയുന്നത്. അതായത് OCDയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഒന്ന് ഒബ്സഷൻ. ഈ ഒബ്സഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ വരാം. ആ തോട്ടിന്റെ ഡിസ്ട്രെസ് അല്ലെങ്കിൽ ആ തോട്ട് കാരണം ഫ്യൂച്ചറിൽ ഉണ്ടാക്കുന്ന അപകടത്തെ പറ്റി ആലോചിച്ച് അവർ ചെയ്യുന്ന റിപ്പീറ്റേറ്റീവ് ബിഹേവിയറിനെയാണ് കമ്പൾഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് അമിത വൃത്തിയുള്ള എല്ലാം OCD അല്ല. പിന്നെ OCP എന്താണ്? 24 നോർത്ത് കാലത്തില് നമ്മുടെ ഫഹദ് ഫാസിലിന് OCP ആണ്, അതായത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ആണ്. അതായത് പെർഫെക്ഷനിസ്റ്റ് ആണ്. അതായത് എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യണം. അതായത് ഒരു റൂൾസിലായിരിക്കും അവർ ജീവിക്കുക. ഇത്ര സമയത്ത് എണീക്കണം, ഇന്നത് ചെയ്യണം, ഇന്നത് അങ്ങനെ. അതായത് എന്റെ റൂമിൽ ആരും കയറാൻ പറ്റില്ല. ഇതൊന്നും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. 3 ഇഡ്ഡലിയെ കഴിക്കും, ചിക്കൻ കഴിക്കൂല, എന്താ പറയാ വാഷ് ബേസിൻ എപ്പോഴും ഹാൻഡ് വാഷ് എപ്പോഴും നിറഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ആൻഡ് പെർഫെക്ഷനിസം, ഇതാണ് OCP. ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റിയിലെ പിന്നെ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ എടുത്തെങ്കിൽ OCP നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പറഞ്ഞിട്ട് ലാഫിങ്. അപ്പൊ അയാളെ വികാരത്തോട് പോലും ഇല്ല ചെയ്യുന്നത്. അതൊക്കെ ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അവർക്ക്. അപ്പോ ഇതിൽ എന്തെങ്കിലും സിനിമയിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഫഹദ് ഫാസിലിന് OCP D അല്ല കേട്ടോ. അദ്ദേഹത്തിന് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആ ട്രൈറ്റ് മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും D അല്ല, OCPD ആയിട്ടില്ല. OCP ട്രൈറ്റ്സ് ഉണ്ട്. അതൊരു മാനസികാവസ്ഥയാണ് ഫഹദ് ഫാസിലുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഒരു കോമോബിഡിറ്റി ഫഹദ് ഫാസിലുണ്ട്. കോമോബിഡിറ്റി എന്ന് പറയുന്നത് ഒരു രോഗത്തിന്റെ കൂടെ വന്നേക്കാവുന്ന വേറൊരു രോഗമാണ്. അപ്പം ഫഹദ് ഫാസിലിന് ഇതിലുള്ള രോഗമാണ് ഫോബിയ. എയറോഫോബിയ ഉണ്ട് ഫഹദ് ഫാസിലിന്. അതായത് പറക്കാനുള്ള പേടി, അതായത് എയറോപ്ലെയിനിൽ കയറാനുള്ള പേടിയുണ്ട്, അകാരണമായിട്ടുള്ള പേടി. അതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. ആൻസൈറ്റി ഡിസോർഡർ ആണ് ഫോബിയ. അപ്പൊ ഫോബിയ കൂടി ആർക്കുണ്ട്? ഫഹദ് ഫാസിലിന് ഉണ്ട്. അപ്പൊ മനസ്സിലായോ? ഒരിക്കലും
OCD അല്ലെങ്കിൽ OCPD വൃത്തിയല്ല. OCD ഒരിക്കലും വൃത്തിയുള്ളവരല്ല, OCDക്കാരല്ല. എല്ലാ അമിത വൃത്തിയുള്ളവരൊക്കെ എന്തല്ല, OCD അല്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് OCD ആണോ OCPD ആണോ എന്ന് അറിയാൻ. ഇവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ പെർഫെക്ഷൻസ് ആണോ, റിപ്പീറ്റേറ്റഡ് ബിഹേവിയർ ഉണ്ടോ, ഇവര് റിപ്പീറ്റേറ്റഡ് ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ ആണോ? OCD ആൻഡ് OCP എന്താണെന്നൊരു മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മനസ്സിലായോ? OCP ആൻഡ് OCD, OCP ആൻഡ് OCD എല്ലാവർക്കും മനസ്സിലായോ? വെരി ഗുഡ്. ഇനി 10ാമത്തെ ചാപ്റ്റർ ഉണ്ട്, ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചൊരു ഇൻട്രഡക്ഷൻ പോലെ OCDയും OCPDയും പറഞ്ഞതാണ്. 10ാമത്തെ ചാപ്റ്റർ ഡിസോസിയേറ്റീവ് ഡിസോർഡറും സൊമാറ്റിക് സിംപ്റ്റം ഡിസോർഡർ ആണ്. ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു രസകരമായിട്ടുള്ള ഒരു ഡിസോർഡർ എന്ന് പറയാം. കാരണം ഒത്തിരി സിനിമകളിലൊക്കെ അയ്യോ അനുഭവിക്കുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ് കേട്ടോ. ഡിസോസിയേറ്റീവ് ഡിസോർഡർ ആണ്. അതായത് റിയാലിറ്റിന്ന് കട്ടായി പോകുന്ന അവസ്ഥയാണ് ശരിക്കും ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. റിയാലിറ്റിന്ന് പക്ക അവര് കട്ടായി പോകുന്ന ഒരു അവസ്ഥയാണ് വരിക. അത് ചിലപ്പോൾ അവരല്ലാന്ന് തോന്നാം, അല്ലെ? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. പണ്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വിളിക്കുന്നത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ DID എന്നാണ്. ഇപ്പൊ DID ഒത്തിരി സിനിമയിലുണ്ട്. ഇപ്പൊ അന്യൻ സിനിമയില് DID ഉണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാം, മണിച്ചിത്രത്താഴില് നമ്മുടെ ഗംഗയ്ക്ക് DID ആണ്, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. അതായത് താൻ മറ്റൊരാളാണെന്ന് തോന്നാം, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാം. എന്തിനു പറയാം, ഒരാൾക്ക് മൾട്ടിപ്പിൾ DID വരാം. അതായത് ഇപ്പം അമ്പിക്ക് മൾട്ടിപ്പിൾ DID ആണ്, ഗംഗയ്ക്ക് നാഗവല്ലി മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്പിക്ക് മൾട്ടിപ്പിൾ DID ആണ്. അമ്പിയിൽ ആരുണ്ട്? അന്യനും ഉണ്ട്, റെമോയും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ വേഷവിധാനമാണ്, ഓരോ പേഴ്സണാലിറ്റിയാണ്, അല്ലെ? അമ്പിയുമായിട്ട് ഒരു പേഴ്സണാലിറ്റിയും ഇല്ല ആർക്ക്? നമ്മുടെ അന്യനുമായിട്ട് ഒരു സിമിലാരിറ്റി ഇല്ല ആർക്ക്? റെമോക്ക്. ഇങ്ങനെയാണ് DID ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ വരിക. അപ്പൊ ഇതിലൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഭാര്യയും ഭർത്താവും. ഭർത്താവ് ഭയങ്കര കണിശക്കാരനാണ്, ഭയങ്കര എന്താ പറയാ, ഭാര്യയോട് എപ്പോഴും ദേഷ്യമൊക്കെ കാണിക്കുന്ന ഒരാളാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഭർത്താവിന്റെ ബോസ് മരണപ്പെടുകയാണ്. ഭർത്താവിന്റെ ബോസ് മരണപ്പെട്ട് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ബോസിനെ പോലെ തന്നെ അനുകരിക്കാൻ തുടങ്ങി. അതായത് ബോസിനെ പോലെ നടക്കുന്നു, ഇരിക്കുന്നു. വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഭാര്യ ബോസിനെ പോലെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. നമ്മളെ നാട്ടിലാണെങ്കിൽ അതിന് എന്ത് പറയും? ബോസിന്റെ പ്രായം കൂടിയ. അതെ, വെരി ഗുഡ്. അതെ, ബോസിന്റെ പ്രായം കൂടിയാ. കാരണം ബാക്കിയെല്ലാം ഓക്കെ, അല്ലെ? ബാക്കിയെല്ലാം ഓക്കെ, പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അല്ലെ? നമുക്ക് നാഗവല്ലിയുടെ പ്രേതം ഗംഗയുടെ മേലെ ഉണ്ട് എന്ന് പറയാൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? ഒരിക്കലും ക്ലാസിക്കൽ ഡാൻസ് അറിയാത്ത ഗംഗ നാഗവല്ലിയെ പോലെ നൃത്തം ചെയ്യുന്നു, അല്ലേ? നമ്മൾ എന്താ വിചാരിക്കുക? നാഗവല്ലിയുടെ പ്രേതമുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഈ ബോസാണ് ഈ ഭർത്താവിന്റെ ഏക ഒരു എന്താ പറയാ ടോപ്പിൽ നിൽക്കുന്ന ആള്. അതായത് ബോസാണ് ഭർത്താവിനെ ഒരു ചീത്ത വിളിക്കുകയും ഭർത്താവിനെ ഒന്ന് അടക്കി നിർത്തുകയും. ബോസിന് മാത്രമാണ് ഭർത്താവിന് പേടി. അപ്പൊ തന്നെ ഉപദ്രവിക്കുന്ന, തന്നെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഭർത്താവിന്റെ ഈ ബോസിനോട്, അതായത് തന്നെ ടോർച്ചർ ചെയ്യുന്ന ഭർത്താവ്, ഈ ഭർത്താവിനാകെ പേടിയുള്ള ബോസ്. കാരണം ഈ ബോസ് ഒന്ന് കൊടുക്കുമ്പോൾ ഈ ഭാര്യയ്ക്ക് ഒരു സന്തോഷമാണ്, എന്നെ ചെയ്ത് ഇയാൾക്ക് അവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നൊരു ആശ്വാസമാണ്. പെട്ടെന്ന് ബോസ് മരിക്കുകയാണ്. ഒരു അപകടത്തിൽ കൂടിയാ ബോസ് മരിക്കുന്നത്. വിചാരിക്കാതെ പെട്ടെന്ന് ബോസ് പോയപ്പോ അയ്യോ ഇനി ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലല്ലോ, ഇനി പുതിയ ബോസ് ഇങ്ങനെയൊക്കെ ആവോ എന്നുള്ള സ്ട്രെസ്ഫുൾ ചിന്തയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയാണ് പല DIDയും. നിങ്ങളെ സിനിമകൾ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഗംഗയിലേക്ക് പോവാം നമുക്ക്. വരുവാനില്ലാരും ഈ വിജനമാം ഈ വഴിക്കറിയാം, അതെന്നാലും എന്നും പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് ഞാൻ വെറുതെ മോഹിക്കുമല്ലോ എന്ന്
ആ വരികളിലൂടെ ലോൺലിനെസ്, അച്ഛനെയും അമ്മയും ചെറുപ്പത്തിൽ ഒറ്റപ്പെട്ടു പോയ, അച്ഛനും അമ്മയും കൽക്കട്ടയിലായിട്ട് ഒറ്റപ്പെട്ടു പോയ ഗംഗയുടെ കുട്ടിക്കാലം, അതും കളമ്പാട്ടുകളും അങ്ങനത്തെ അറ്റ്മോസ്ഫിയറിലും വളർന്ന ഗംഗയിൽ വൾണറബിലിറ്റി ഉണ്ടായിരുന്നു. അതാണ് പിന്നെ എവിടെ എത്തുമ്പോ വരുന്നത്, നമ്മുടെ മണിച്ചിത്രത്താഴിലെ വീടും തെക്കിനിയും ഒക്കെ ആയി വരുമ്പം വരുന്നത്, മാടമ്പള്ളിയിൽ എത്തുമ്പം വരുന്നത്. ഇനി നോക്കിക്കേ, അന്യൻ സിനിമയിൽ എടുത്തു നോക്കാം. തന്റെ അനിയത്തിക്കുണ്ടായ അനീതി അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന അനീതി തരണം, അത് വൾണറബിലിറ്റി. അതായത് എപ്പോഴും ഒരു രോഗത്തിന് എന്താ പറയുക, ഇപ്പൊ ഈ അവസ്ഥയൊക്കെ എല്ലാവർക്കും വരാം, എല്ലാരും രോഗി ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നോക്കിക്കേ, മാടമ്പള്ളി തറവാട്ടിൽ അവിടെ പലരും വരുന്നുണ്ട്, മാടമ്പള്ളിയിൽ പലരും വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, മാടമ്പള്ളി തറവാട്ടിൽ പലരും വരുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നാഗവല്ലിയുടെ പ്രേതം കൂടുന്നില്ല. അവിടെയാണ് വൾണറബിലിറ്റിക്കുള്ള പ്രാധാന്യം. വൾണറബിലിറ്റി, ഒരു രോഗാവസ്ഥ എല്ലാവർക്കും വരൂല, അവരതിന് വൾണറബിൾ ആയിരിക്കണം. അതായത് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഇൻസിഡന്റോ പാരമ്പര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമയോ ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവര് വൾണറബിൾ ആണെന്ന് പറയാം. എല്ലാരെയും എടുത്തു നോക്കാം. ഗംഗേനെ എടുത്തു നോക്കിക്കേ, ഗംഗയ്ക്ക് വൾണറബിലിറ്റി ഉണ്ട്. കുട്ടിക്കാലത്ത് ഒറ്റപ്പെട്ടിട്ടുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ വാത്സല്യ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല, ലോൺലിനെസ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ വൾണറബിലിറ്റി ഉണ്ട്. അന്യനാണെങ്കിലോ അംബിക്കാണെങ്കിലോ അനിയത്തിയുടെ ദാരുണമായിട്ടുള്ള മരണം, അത് വൾണറബിലിറ്റിയാണ്. ഇത് ശരിക്കും ഞാന് ലൈഫിൽ നോക്കിയതാട്ടോ. ചില അമ്മായിയമ്മമാർക്കൊക്കെ ഉണ്ട് കേട്ടോ, അവർ അനുഭവിച്ച ആ സ്ട്രെസ് ഇത് അവര് മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞ് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ള അമ്മായിമ്മമാര് അവരുടെ മരുമക്കളോട് അതിക്രൂരരായിട്ട് കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് വൾണറബിലിറ്റിയുടെ പ്രത്യേകത. കാരണം വൾണറബിലിറ്റി എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ പാരമ്പര്യം, അല്ലെങ്കിൽ ജനറ്റിക്സ്, ഏതെങ്കിലും ഒന്നിന് ആൾ വൾണറബിൾ ആണെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ അവർ വരും, ഉറപ്പായിട്ടും ആ രോഗത്തിലേക്ക് വരും. അന്യൻ പിറവിയെടുക്കുന്നത് അനിയത്തിയുടെ രോഗം മൂലം, അല്ല അനിയത്തിയുടെ മരണം മൂലം. പക്ഷെ റെമോക്ക് ഒരു പ്രത്യേകതയുണ്ട്. റെമോ എപ്പോഴാണ് പിറവിയെടുക്കുന്നത്? ആ നായിക റിജക്റ്റ് ചെയ്യുമ്പോഴാണ്, അതായത് അമ്പിയെ റിജക്റ്റ് ചെയ്യാണ്. വൾണറബിലിറ്റിയുടെ എക്സാക്ട് മീനിങ് ആണ് ദിവ്യ ചോദിച്ചിരിക്കുന്നത്. വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ആള് പ്രോൺ ആണ് എന്നാണ്. അതായത് ആള് വൾണറബിൾ ആണ്, അതായത് ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ പറയില്ലേ, ഒരു അവസ്ഥ വന്നാൽ ഇയാൾക്ക് രോഗം വരാനുള്ള ചാൻസ് ഉണ്ട്, അതിനെയാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ചെറിയൊരു ഡൗട്ട്, വൾണറബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. പാരമ്പര്യം ഒരു വൾണറബിലിറ്റി തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് റിലേറ്റീവ്സിന് ആരെങ്കിലും മാനസിക രോഗങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ വൾണറബിൾ ആണെന്ന് പറയാം. ചെറുപ്പത്തില് പാരന്റിങ്ങിലോ ട്രോമ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൊക്കെ അനുഭവിച്ച ഒരു വൾണറബിൾ ആണ്. അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ രോഗാവസ്ഥയിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. ഇതിനെയാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ ബോസിന്റെ മരണത്തിന് ശേഷം ഫ്ലുവന്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. പുള്ളിക്കാരി വൾണറബിൾ ആണ്. പുള്ളിക്കാരിക്കും ചെറുപ്പത്തിൽ അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ട്രോമ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി വൾണറബിൾ. അപ്പൊ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും? അവിടെയാണ് ഞാൻ പറയാൻ വരുന്നത്. യെസ്, ഇതാട്ടോ കേസ് ഡിസ്കഷനോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരണം. ഈ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ അവര് പോലും അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് ലേൺ ചെയ്യും. നിങ്ങൾ ഈ ജിന്ന് കൂടുക അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒക്കെ കണ്ടില്ല, അവരൊക്കെ ഇങ്ങനെ ഖുറാനും അല്ലെങ്കിൽ ഹദീസുകളൊക്കെ ഇങ്ങനെ ഒരു പ്രൈമറി വിദ്യാഭ്യാസം പോലും ഉണ്ടാവില്ല. ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ്. അവര് പോലും അറിയാതെ അവരത് പഠിച്ചെടുക്കും. അത്രയും പവർ മൈൻഡിലുണ്ട്. ഒരു വിരൽ കൊണ്ട് ഒരാളെ പൊന്തിക്കാൻ, അതായത് പൊക്കിയെടുക്കാനുള്ള കഴിവ് മൈൻഡിലുണ്ട്. അത്രയും പവർഫുൾ സാധനമാണ്. അപ്പോ പുള്ളിക്കാരി പോലും അറിയാതെ ഈ ബോസിന്റെ മാനറിസോ ഇംഗ്ലീഷോ ഒക്കെ പഠിക്കുന്നുണ്ട്, അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡില്. അതാണ് നകുലൻ എണീക്കുന്ന ആ സമയം കണക്കാക്കാൻ ഗംഗയ്ക്ക് പറ്റും. ആ സമയം വരെ പോയിട്ട്, അത് ശരിക്കും സംഭവിക്കും അങ്ങനെ, ആ സമയം വരെ പോയിട്ട് ഡാൻസ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാഗം കൂടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് പാമ്പിനെ പോലെ എഴയും, അവർ എഴയും. ഈ
നാഗകന്യക കൂടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഒരു സ്റ്റെപ്പിലൊക്കെ പാമ്പ് എഴയുന്ന പോലെയാണ് എഴുതുക. ഇത് കാണുമ്പോഴാണ് നമ്മളത് സൂപ്പർ നാച്ചുറൽ ആണ് അല്ലെങ്കിൽ ബാധയാണെന്നൊക്കെ വിശ്വസിക്കുന്ന. അല്ല, അത് ബാധയല്ല. അതെന്താണ്? നമ്മുടെ മൈൻഡിന്റെ പവറാണ്. ഇത് ഫേക്ക് അവരെ കരുതിക്കൂട്ടി ചെയ്യുന്നല്ല, പലതും അവരറിയ പോലും ഇല്ല. ഈ പേഴ്സണാലിറ്റി, അതായത് ഈ അവരുടെ മേലെയുള്ള ഈ പേഴ്സണാലിറ്റി ചെയ്യുന്നത് പലപ്പോഴും അവരറിയ പോലും ഇല്ല. ഇപ്പൊ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഇങ്ങനെ പഠിക്കുന്നുണ്ടാവും. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇത് പുറത്തോട്ടേക്ക് വരുന്നത്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ട് മാഡം, ഒരിക്കലും നമ്മൾ കാണാത്ത ഒരു വ്യക്തിന്റെ മാനറിസവും ഇത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് അവർക്ക് കിട്ടും? നിങ്ങളെ വിചാരിക്കാണ് ഒരിക്കലും നിങ്ങൾ കാണുന്നില്ല എന്നുള്ള കഥ. നാഗവല്ലിനെ ഒരിക്കലും ഗംഗ കണ്ടിട്ടില്ല. KPSC ലളിതയുടെ ആ ഒരു വിവരണത്തിലൂടെയാണ് നാഗവല്ലി അറിയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആ രീതിയിലാണ് അവരത് അറിയുന്നത്. മാഡം, മറ്റേ ഒരു വൈഫിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ആ വൈഫിന് ബോസിനെ കണ്ടിട്ടില്ല. വൈഫ് കണ്ടിട്ടുണ്ട്, ബോസിനെ കണ്ടിട്ടുണ്ട്. വീടുകളിൽ വരാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ട്. ഓക്കെ മാഡം, ഓക്കെ. പക്ഷെ കാണാത്ത മാനറിസം പോലും ചെയ്യും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഗംഗ ജനിക്കുന്നതിന് മുന്നേ, എത്രയോ മുന്നേ മരണപ്പെട്ട നാഗവല്ലിയുടെ നൃത്തം, വേഷം എല്ലാം ഗംഗ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും? അതാണ് സണ്ണി ഉപയോഗിച്ച മാർഗം. സണ്ണി എന്താ ചെയ്ത? സണ്ണി ചൈൽഡ്ഹുഡിലേക്ക്, അല്ലേ? അതന്നെയാണ് നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ ചെയ്യാം. നമ്മൾ അവരുടെ ചൈൽഡ്ഹുഡിലേക്ക് പോവും, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം? ഇവർക്ക് എന്തോ നീഡ് ബ്ലോക്ക് ആവുമ്പോഴാണ് ഈ പേഴ്സണാലിറ്റി വരുന്നത്. ആ നീഡിനെ ഫുൾഫില്ല് ചെയ്താൽ, എസ്പെഷ്യലി അറ്റൻഷൻ തന്നെ ആയിരിക്കാം മെയിൻ. പലർക്കും അറ്റൻഷൻ ആയിരിക്കാം വേണ്ടിയിരിക്കുന്നത്, ചിലർക്ക് മെയിൻ DID കേസസ് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള അറ്റൻഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേടിയെടുക്കാൻ. ഇതൊരു കാര്യമുണ്ട് കേട്ടോ, DID ആയിക്കോട്ടെ, ഒരിക്കലും അവർ ഫേക്ക് ചെയ്യുന്നതല്ല. ഒരിക്കലും അവർ ഫേക്ക് ചെയ്യുന്നില്ല, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അവർ വേണമെന്ന് വെച്ച് ചെയ്തതൊന്നും അല്ല. അത് അവരുടെ മൈൻഡിന്റെ താളപ്പിഴ, അതുകൊണ്ട് സംഭവിക്കും. ഓക്കെ, അപ്പൊ ആ സ്ട്രെസ്ഫുൾ, അവരുടെ ആ നീഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന നീഡ്, ആ സിറ്റുവേഷൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവരുടെ ആ രോഗം മാറും. ഇപ്പൊ ഞാൻ വീണ്ടും ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വീണ്ടും അന്യനിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അന്യനിലേക്ക് തിരിച്ചു പോയിട്ട് എന്താണ്, ഒരിക്കലും മണിച്ചിത്രത്തായുടെ വേ അല്ല കേട്ടോ. മണിച്ചിത്രത്തായി സിനിമ, ത്രെഡ്, DID എല്ലാം ഓക്കെയാണ്. പുള്ളിക്കാരൻ സണ്ണി ഉപയോഗിച്ച ട്രീറ്റ്മെന്റ്, അതായത് കഴുത്തിന് വെട്ടുക, അതൊന്നുമല്ല. പുള്ളിക്കാരിയുടെ നീഡ് എന്തായിരുന്നു, ഫുൾഫിൽ ചെയ്യാതെ കിടക്കുന്ന നീഡ് എന്തായിരുന്നു, അത് കണ്ടെത്തി ഫുൾഫിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു വേണ്ടത്. അപ്പൊ മണിച്ചിത്രത്തായി ബാക്കിയൊക്കെ ഓക്കെയാണ്, ഇത് കൊമേഴ്ഷ്യൽ മൂവി അല്ലേ. അവസാനം ആ ക്ലൈമാക്സ് സീന് അൺസയന്റിഫിക് ആണ്. പക്ഷേ അന്യനിലേക്ക് വരുമ്പം റെമോനെ കൈകാര്യം ചെയ്തതൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് റെമോ പേഴ്സണാലിറ്റി അവിടെ വന്നത്? റെമോ എന്ന പേഴ്സണാലിറ്റി വരാനുള്ള കാരണം എന്താണ്? റെമോ എന്ന പേഴ്സണാലിറ്റി വരാൻ കാരണം ഈ നന്ദിനിക്ക് അമ്പിയെ ഇഷ്ടമല്ല. അമ്പിയുടെ കോലമോ അമ്പിയുടെ രൂപമോ ഒന്നും ഇഷ്ടമല്ല. അവൾ ആഗ്രഹിക്കുന്ന കുറച്ച് ഫ്രീക്ക് ആയിട്ടുള്ള ഒരാള്. സോ അമ്പിയിൽ എന്തുണ്ടാവാണ്? റെമോയുടെ പേഴ്സണാലിറ്റി ഉണ്ടാവാണ്. ഇനി ആ സീനൊന്ന് ആലോചിച്ചേ. റെമോ വീണ്ടും അമ്പിയാക്കി, അതായത് നന്ദിനി റെമോനെ ഒരുക്കി വീണ്ടും അമ്പിയാക്കി മാറ്റുന്നുണ്ട്. ഞാൻ ഇവനെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ റെമോ വരുന്നില്ല. കണ്ടോ? ആ നീഡ് ബ്ലോക്ക് ചെയ്തപ്പോഴാണ് എന്ത് വന്നത്? റെമോ എന്ന പേഴ്സണാലിറ്റി വന്നത്. സോ എനിക്ക് റെമോനെ അമ്പിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ പേഴ്സണാലിറ്റി പിന്നെ അവിടേക്ക് വരുന്നില്ല. ഇങ്ങനെയാണ് ഏതോ ഒരു നീഡ് ബ്ലോക്ക് ആയ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് ഈ പേഴ്സണാലിറ്റി വരുന്നത്. ആ നീഡ് എന്താണെന്ന് കണ്ടെത്തി ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണ് എന്ത് വരാം? ആ പേഴ്സണാലിറ്റി ഇല്ലാതാവുക അല്ലെങ്കിൽ തിരിച്ചു പോവുക. അന്യം പോകുന്നില്ല. അനീതി കാരണം ഉടലെടുത്താണ് അന്യൻ എന്ന പേഴ്സണാലിറ്റി. ലോകത്തെല്ലാ അനീതിയും പോയി കഴിഞ്ഞാൽ മാത്രമേ അന്യം പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ക്ലൈമാക്സ്, ലാസ്റ്റ് ക്ലൈമാക്സിൽ വീണ്ടും അന്യന്റെ പേഴ്സണാലിറ്റി കാണിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാരും? ഓക്കെ.
എല്ലാവർക്കും മനസ്സിലായോ അപ്പൊ DID എന്താണ് എന്നുള്ളത്? മനസ്സിലായോ? മനസ്സിലായി മാം. വെരി ഗുഡ്. അപ്പൊ ഡിസോസിയേറ്റീവ് ഡിസോർഡർ. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഡിസോസിയേറ്റീവ് ഡിസോർഡർ ആൻഡ് സൊമാറ്റിക് സിംപ്റ്റം ഡിസോർഡർ ആണ് തേർഡ് ഇയറിന്റെ 10ാമത്തെ ചാപ്റ്റർ. നമുക്ക് നോക്കാം എന്താണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ. ഡിസോസിയേറ്റീവ് എക്സ്പീരിയൻസ് വേർ വൺ ഫീൽ ഡിറ്റാച്ച് ഫ്രം ദംസെൽഫ്. അവരിൽ നിന്ന് ഡിറ്റാച്ച് ആവും, അവരെല്ലാം അവർക്ക് തോന്നും. ഓർ ദിയർ എൻവയോൺമെന്റ്, അല്ലെങ്കിൽ എൻവയോൺമെന്റിനോട് ഡിറ്റാച്ച് ആവും. ഇത് എന്റെ വീടും നാടൊന്നും എല്ലാം തോന്നും. were found likely to occur in response to extremely stressful traumatic events. കണ്ടോ, എക്സ്ട്രീംലി സ്ട്രെസ്ഫുൾ ട്രോമാറ്റിക് ഇവന്റ്സ് നിന്നാണ് ഇത് ഉടലെടുക്കുക. ഏതെങ്കിലും എക്സ്ട്രീം ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ട്രോമ ഇവന്റ്സിൽ നിന്നാണ് ഉടലെടുക്കുക. അന്യൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആ കുറെ ഇൻസിഡൻസ് സിനാരിയോ വരുന്നുണ്ട് അല്ലെ, കുറെ ട്രോമ അമ്പിക്ക് ഏൽക്കുന്നുണ്ട്, അവിടെ നിന്നാണ് അന്യൻ വരുന്നത്. Okay, such experience of unreality are a psychological mechanism and need not be a pathological at all times. രോഗകാരണമൊന്നും ആയിരിക്കണം എന്നില്ല കേട്ടോ. എക്സ്പീരിയൻസ് അൺറിയാലിറ്റി ആയിരിക്കാം. ചിലപ്പോ അൺറിയാലിറ്റി കൊണ്ട് ഗംഗയ്ക്ക് എങ്ങനെ വന്നു എന്നുള്ളത് അൺറിയാലിറ്റി ആണ്. ഗംഗയുടെ മേലെ നാഗവല്ലി വന്നത് റിയാലിറ്റി ഉള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒന്നുമല്ല, പുള്ളിക്കാരി ഓർത്തുണ്ടാക്കിയ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്. അതായത് അപ്പുറത്ത് അല്ലിയുടെ ചെക്കനുണ്ട്, ഇപ്പുറത്ത് ഞാനുണ്ട്, അങ്ങനെ അവൾ ഓർത്തെടുത്തൊരു സിനാരിയോ എന്നാണത്. ശരിക്കും റിയൽ ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ തന്നെ ആയിരിക്കണം എന്നില്ല, നമ്മൾ ഓർത്തെടുക്കുന്ന ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്നും എന്ത് വരാം? ഡിസോസിയേറ്റീവ് ഡിസോർഡർ വരാം. ഇനി പാത്തോളജിക്കൽ ഫിനോമിന ഓഫ് ഡിസോസിയേഷൻ മേ ബി ക്യാരക്ടറൈസ്ഡ് ബൈ. എന്തൊക്കെയാണ് ഡിസോസിയേറ്റീവ് ഉള്ള പാത്തോളജിക്കൽ രോഗകാരണമായിട്ടുള്ള ഫിനോമിന? സബ്ജക്റ്റീവ് ലോസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ എക്സ്പീരിയൻസ് ഓർ മെമ്മറി ഡ്യൂ ടു അൺവാണ്ടഡ് ഇൻട്രൂഷൻ. അൺവാണ്ടഡ് ഇൻട്രൂഷൻ കാരണം ഞാൻ ആരാണെന്നുള്ള എക്സ്പീരിയൻസ്, ഈ അഫ ആരാണെന്നുള്ളത് മറന്നുപോകും അല്ലെ, അഫ എന്താണെന്നുള്ളത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ വേറൊരാളായിട്ടായിരിക്കും ഞാൻ ജീവിക്കുന്നത്. അതൊരു പാത്തോളജി. Gaps in memory, sense of identity or consciousness due to lack of accessibility, control of information or mental function, and or experience of distorted perception of oneself or the environment in a disconnected manner. കണ്ടോ, മെമ്മറിയിലെ ഗ്യാപ്പ്. പിന്നെ ഗംഗ എണീറ്റ് വരുമ്പോ പറയുന്നത് എന്റെ സാരി കീറി, ശ്രീദേവി കീറിയതായിരിക്കും, അവർക്ക് ആ മെമ്മറി ഉണ്ടാവില്ല, അവരാരാണെന്നുള്ള ഐഡന്റിറ്റി. ആ നാഗവല്ലി ആവുന്ന സമയത്ത് നകുലന്റെ ഭാര്യയായിട്ടുള്ള ഗംഗയാണെന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അവിടെ അവർക്ക് അവരുടെ കാര്യത്തിൽ കൺട്രോളോ ആക്സസിബിലിറ്റിയോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻ ആയിരിക്കും. അവര് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കണ്ടില്ലേ, പിന്നെ അല്ലിയുടെ ഹസ്ബൻഡ് കയറി വരുമ്പോൾ അവനെ രാമനാഥനായിട്ട് കാണുന്നു. പെർസെപ്ഷൻ എന്താ? അവന് ഭയങ്കര രാജാവ് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട, ഇമാജിനേഷൻ അല്ല. ശരിക്കും ആ ഭാഗത്തില്ലേ രാമനാഥന്റെ ആ ഒരു ഡ്രസ്സിംഗ് ഒക്കെ, അത് ശരിക്കും അത് ഫിലിമല്ല. ഗംഗ അങ്ങനെയാണ് ആ പയ്യനെ കാണുന്നത്. അതാണ് ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻ ഓഫ് വൺ സെൽഫ് ഓർ ദ എൻവയോൺമെന്റ് ഇൻ ഡിസ്റ്റോർട്ടഡ് മാനർ. അവിടെ വർഷങ്ങൾക്ക് മുന്നുള്ള നാഗവല്ലിയും ആ നാഗവല്ലിയുടെ കാമുകനായിട്ടുള്ള രാമനാഥനെയുമാണ് അവിടെ കാണുന്നത്. ദീസ് എക്സ്പീരിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. 2 ടൈപ്പാണ് മെയിൻ ആയിട്ട് വന്നത്. ഒന്ന് ഡീപേഴ്സണലൈസേഷൻ, ഞാൻ ആരാണെന്ന് ഞാൻ മറന്നുപോവാ, അത് ഡീപേഴ്സണലൈസേഷൻ ആണ്. ഇനി ഡീ റിയലൈസേഷൻ ഉണ്ട്, റിയാലിറ്റി മറന്നുപോവാ, അതാണ് ഡീ റിയലൈസേഷൻ. അപ്പൊ മനഃപൂർവ്വം മറന്നു പോകുന്നതാണോ മാം? അത് മനഃപൂർവ്വം മറക്കുന്നതാണോ? മനഃപൂർവ്വം അല്ല, ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവരുടെ മനസ്സെടുക്കുന്ന ഒരു മെക്കാനിസം ആണ്. ഒരു ട്രോമാറ്റിക് ഇവന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവരുടെ മനസ്സെടുക്കുന്ന മെക്കാനിസം ആണ്. ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഈ ഡീ റിയലൈസേഷനും depersonalization, a loss of one sense of themselves where they feel as it was watching themselves and their reaction from outside is defined as depersonalization. അവർക്ക് അവരാരെന്ന് ഫീൽ ചെയ്യാൻ പറ്റില്ല, അവരെ തന്നെ കാണുന്ന വേറൊരാളായിട്ട് അല്ലെങ്കിൽ വേറൊരാളെ പോലെ അവർക്ക് തോന്നുകയാണ്. depersonalization. Episodes of derealization are characterized by changes in reality of the world around us. നമ്മുടെ ചുറ്റുള്ള റിയാലിറ്റി മറന്നു പോവാ, അതാണ് derealization, where objects may appear to be a different size or people may be appear changed. അല്ലെ, ആ ഡാൻസ് ചെയ്യുന്ന ആ സ്ഥലം പെട്ടെന്ന് അത് രാജകൊട്ടാരത്തിലെ സദസ്സായിട്ട് മാറുന്നു, അവിടെ രാമനാഥൻ ഉണ്ടാവുന്നു, രാജാവ് ഉണ്ടാവുന്നു, അല്ലെ,
അതാണ് ഡീറിയലൈസേഷൻ. അവരുടെ ചുറ്റുപാട് അവർക്ക് മാറി തോന്നുക, അതാണ് ഡീറിയലൈസേഷൻ. വേർ ഒബ്ജക്ട്സ് മേ അപ്പിയർ ടു ബി ഡിഫറെന്റ് സൈസ് ഓർ ഈവൻ പീപ്പിൾ മേ അപ്പിയർ ചേഞ്ച്. ആ പാന്റ് ഷർട്ട് വരുന്ന പിന്നെ രാമനാഥന് നൃത്തവേഷത്തിലുള്ള അല്ലിയുടെ ഹസ്ബൻഡ് നൃത്തവേഷത്തിലുള്ള രാമനാഥനായിട്ട് കാണുന്നു. These episodes can contribute to serious disturbance in perception of reality. Reality perceive ചെയ്യാൻ അവർക്ക് പറ്റൂല, അവരുടെ പെർസെപ്ഷൻ വേറെ ആയിരിക്കും. മെമ്മറി ആൻഡ് ഈവൻ their sense of identity, അവരാരാണ് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇതാണ് ഡിസ്അസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് അവരാരാണെന്ന് അവരുടെ ചുറ്റുപാട് എന്താണെന്നും ആ കണക്ഷൻ വിട്ടുപോയിട്ട് അവരെ തന്നെ വേറൊരാളായിട്ടൊക്കെ കാണുന്ന ആ ഒരു അവസ്ഥയാണ് ഡിസ്അസോസിയേറ്റീവ് ഡിസോർഡർ, ഡിസ്അസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ മാഡം? ഒരു ഡൗട്ട്, ഇതിപ്പോ സിനിമയിലായതുകൊണ്ട് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരാൾ കാണിച്ചു എന്ന് വെച്ചാൽ അത് മറ്റുള്ളവർ അത് വേറൊരു രീതിയിലല്ലേ മാഡം എടുക്കുക? അത് ഒരു ട്രീറ്റ്മെന്റിലൂടെ പരിഹരിക്കണം എന്ന് ആർക്കും അറിയില്ല. അതിനാണല്ലോ നമ്മളെപ്പോലത്തോര് ഇരിക്കുന്നത്, ഇരിക്കുന്നത്. അതിന് ബോധവൽക്കരണം കൊടുക്കണം. ഒരിക്കലും മന്ത്രി ചൂതിയിട്ടോ കളം വരാൻ എനിക്ക് എന്താ പറയുക പറയാൻ കാരണം, 25,000 രൂപ കൊടുത്തിട്ട് പിന്നെ ഈ കൊച്ച് ആ കേസിലേക്കാണ് ഞാൻ വരുന്നത്. ഈ സിഹിർ, കൂടോത്രം, മാരണം, എനിക്ക് 2 കേസെങ്കിലും ഉണ്ടാവും ഒരാഴ്ചയിൽ. ഈ കൊച്ചു വന്നിരിക്കുന്നത് ഇവരുടെ പാരന്റ്സ് പറയുന്നത് ഇവിടെ ഹസ്ബൻഡ് ഗൾഫിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഇവിടെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാണ്, വേറെ ഏതോ രീതിയിലാണ്, ബാധ കൂടിയ മാരിയാണ് കളിക്കുന്നത്, ജിന്ന് കൂടിയ മാരിയൊക്കെയാണ്, ഇവിടെ ഭയങ്കരമായിട്ടുള്ള വയലൻസ് ആണ് കാണിക്കുന്നത്. കുട്ടിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഹസ്ബൻഡ് വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. പെൺകുട്ടിയിൽ 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച ആ കൊച്ച് ഹസ്ബൻഡ് വീട്ടിലാണെങ്കിലോ ഈ അമ്മായിമ്മ എന്ന് പറയുന്നത് ഒരു ക്രൂര സ്വഭാവമുള്ള ആളാണ്. പുള്ളിക്കാരിനെ അനുഭവിപ്പിച്ച് ഭയങ്കരമായിട്ടും അനുഭവിപ്പിക്കുക എന്ന് പറയുന്നത് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് കൂടെ ഇത് ഭക്ഷണം കഴിക്കാൻ സംഭവിക്കില്ല, അതുപോലെ തന്നെ മെന്റലി ഒന്നിനും കൊള്ളൂല, നീ കറത്തിട്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊച്ചാകെ വെറീഡ് അയക്കുന്ന സമയത്ത് ഇവര് തമ്മിലെ പ്രശ്നം കാരണം ഈ കൊച്ചിന്റെ പാരന്റ്സ് വീട്ടിലോട്ട് കൊണ്ടുപോയ സമയത്ത് ആരൊക്കെയോ ഇങ്ങനെ റൂമർ പറഞ്ഞു ഇവളുടെ മേലെ ആ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുണ്ട്, ഇവർ ഒരുമിച്ച് ജീവിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. ഈ കൊച്ചു ഗൾഫിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ ഈ മൈൻഡുമായിട്ടാണ് കൊച്ചു പോകുന്നത് ഗൾഫിൽ. അവിടെ എത്തിയപ്പോഴോ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കില്ല, എനിക്ക് എന്തോ ബാധ കൂടാള തള ചെയ്തിട്ടുണ്ട് എന്നുള്ള ബേസിസിൽ ഈ കൊച്ചത് കാണിക്കാണ്, മൈൻഡ് കാണിപ്പിക്കുകയാണ്. ഈ കൊച്ചു ഇവിടെ വന്നിരുന്ന സമയത്ത്, ഞാൻ തെറാപ്പി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും ഞാൻ ഈ ബ്ലോക്ക് ചെയ്തത് ഈ സിഹിർ എന്നൊരു സാധനം ഞാൻ നിനക്ക് 25,000 രൂപ നീ എന്റെ പേരിൽ കൊണ്ട് ചെയ്തോ, എന്ത് സംഭവിക്കും നോക്കാം. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്യൂരിയസ്, നമ്മൾ വീട്ടിൽ സോക്രട്ടിക് ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. ഞാൻ കുറച്ച് ക്യൂരിയസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതായത് ഇങ്ങനെ സിഹിർ എന്നൊരു സാധനം ഉണ്ട്, ഒരാളെ നശിപ്പിക്കാൻ ഇങ്ങനെ കൂടോത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്താൽ പോരെ? ഇവിടെ കോടതിയും നിയമത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എല്ലാവർക്കും അതാണ് വലിയ ചെലവും ഇല്ലാന്നാ കേൾക്കുന്നത്. 5,000 10,000 കൊടുത്ത് നമുക്ക് ഒരാളെ കൊല്ലണം, അപ്പൊ ആ രീതിയിൽ ചെയ്താൽ പോരെ? റിയാലിറ്റിയിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ആൻഡ് ഐ എം വെരി പ്രൗഡ്. ആ കുട്ടി ഇന്ന് റിക്കവർ ആയി, ആ കുട്ടി ഇന്ന് ഒരു വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തോണ്ട്, ഹസ്ബൻഡായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ ഇപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ഇതാണ് ഇത് പറയാനുള്ള കാരണം എന്താ പറയുക, ഇവർ എന്റെ അടുത്ത് പോകുന്നതിന് മുന്നേ ഹോമം കളമ്പാട്ട് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം അറിയാൻ ചോദിച്ചപ്പം ഒരു ഉസ്താദിന്റെ അടുത്താണ് ഇതൊക്കെ തട്ടിപ്പാണെന്നുള്ളതായിട്ട് പറയും. ഉസ്താദിന്റെ അടുത്ത് കൊണ്ടേപ്പോ ഉസ്താദ് പറയുന്നത് ഹിന്ദുക്കൾ വഴിയാണ് ചെയ്യിപ്പിച്ചത്, അപ്പൊ ഹിന്ദുക്കൾ തന്നെ ഇത് ഇറക്കണം. ആണ്ടാ അല്ലെ, ഉസ്താദ് അതിന് 5,000 വാങ്ങി, എന്നിട്ട് ഈ മന്ത്രവാദിയുടെ അടുത്തേക്ക് വിട്ടു 25,000 രൂപ കൊടുത്തിട്ടാണ് അവര് ഹോമം ചെയ്യിപ്പിച്ചത് ഈ കുട്ടിയുടെ മേലെയുള്ള കൂടോത്രം മാറാൻ വേണ്ടിയിട്ട്. വെറും 5 സെഷൻ ഒരു 3,000 രൂപയിൽ താഴെ, 5 സെഷൻ 3,000 രൂപയിൽ താഴെ വരുമ്പോഴേക്കും കുട്ടി ഓക്കെ, കുട്ടി ഇപ്പൊ നന്നായിട്ട് പഠിച്ചോണ്ടിരിക്കും. കൊച്ചിനോട് ചോദിച്ചാൽ മാമേ ഞങ്ങൾ കാശ് ഇത്രയും പോവില്ലായിരുന്നല്ലോ എന്ന് കൊച്ചിനോട് ചോദിച്ചു. ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് ഞാൻ 6 മാസത്തിന് നമ്മൾ മോണിറ്റർ ചെയ്യും. ഇപ്പൊ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവൾ അവൾ ഇഷ്ടപ്പെട്ട ഒരു പഠനത്തിലേക്ക് ഇറങ്ങി ഇടയ്ക്ക് എന്റെ മെസ്സേജ് അയക്കും, വളരെ ഹാപ്പി ആയിട്ടാണ്. അപ്പൊ ആദ്യ സെഷനിൽ, അപ്പൊ അവിടെ പാരന്റ്സ് പറഞ്ഞ കാര്യം, ആദ്യ സെഷനിൽ അവൾക്ക് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ പ്രാന്തുള്ളവരെയാണ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി, പ്രാന്തൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വന്ന് ഇവിടെ ഇരുന്ന കൊച്ച് 2ാമത്തെ സെഷനിൽ വരുമ്പം അവളാണ് കാറിന്ന് ഇറങ്ങി ഫസ്റ്റ് വന്നത്. ആ രീതിയിലേക്ക് മാറി. അതാണ് സൈക്കോളജിയുടെ എന്നുവെച്ചാല് നമ്മളത് ഒരു രോഗാവസ്ഥയാണ്, അല്ലാതെ ബാധയും പ്രേതവും കുന്തവും മണ്ണാങ്കട്ടിയും ഒന്നും ഇല്ല എന്നുള്ള റിയാലിറ്റി നമ്മൾ കൊണ്ടുവരണം. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക. അത് കയ്യിൽ ഓവർ സ്ട്രെസ് അനുഭവിച്ചിട്ടല്ലേ മാം? ഉണ്ട്. ഈ അമ്മയുടെ വീട്ടിൽ, ഈ അമ്മായിമ്മയുടെ അടുത്ത് സ്ട്രെസ് അല്ലേ അനുഭവിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ കുറെ ആളുകൾ എനിക്കറിയാം.
അതെ, നമ്മളടുത്ത് എത്തുന്ന സമയത്ത് പലരും, ഞാൻ എന്നിട്ടില്ല ഈ 25,000 ഹോമത്തിന് മേടിച്ചെന്ന് കേട്ടപ്പോ എന്നിട്ട് ഞാൻ ചോദിച്ചു അത് പോയോ? ഇല്ല, വഷളാവുകയാണ് ചെയ്തത്. നല്ല ബിസിനസ്സാ. ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തുണ്ട്, ഊരവേദന വന്നാൽ എന്റെ ഫാമിലിയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഫാമിലിയിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ചിലപ്പോ പബ്ലിക് വീഡിയോ വന്നാല് എനിക്ക് തല്ല് കിട്ടും, എന്നാലും പറയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ മാമന് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്നു. പെട്ടെന്ന് വന്നാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ കണ്ണിലേക്ക് പോകുന്ന, ഹൃദയത്തിൽ നിന്ന് കണ്ണിലേക്ക് പോകുന്ന ഞരമ്പിൽ ബ്ലോക്ക് വന്നു പോയതാണ്. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്കൊന്നും ഇതിൽ പ്രത്യേകിച്ച് വിശ്വാസമില്ല, മാമിക്ക് വിശ്വാസമൊന്നുമില്ല. അപ്പൊ മാമീനെ എങ്ങനെ ഏതോ റിലേറ്റീവ്സ് പറഞ്ഞു ഒന്ന് ഇങ്ങനെ ഒരു ഉസ്താദ് ഉണ്ട്, നിങ്ങൾ പോയിട്ട് കാണിക്കൂ ഉസ്താദ്. അപ്പൊ മാമന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ മാമിക്ക് ഇങ്ങനെ, നമുക്ക് എത്രയും നമ്മൾ എപ്പോഴും ഡിസ്റ്റോർട്ടഡ് ആവലും ഇങ്ങനത്തെ ഉസ്താദിനടുത്തേക്കും മന്ത്രവാദികളുടെ അടുത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഏതാണെന്നറിയോ? നമുക്ക് ഭയങ്കര സങ്കടവും അല്ലെങ്കിൽ ഭയങ്കര പേടി, നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ രോഗാവസ്ഥ, അതൊക്കെ വരുമ്പോഴാണ് അവനെ മമ്മിയോട് ചുമ്മാ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്, ചുമ്മാ പോയി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ മാമൻ വന്നിട്ട് പറയാം, അയാൾ എന്നെ കൊണ്ട് തേങ്ങ വെട്ടി ഒരു കോഴിമുട്ട വെച്ചിട്ട് അങ്ങോട്ട് ചാടിപ്പിച്ചു. മാമൻ ഭയങ്കര ഇറിറ്റേറ്റ്, കാരണം ഒട്ടും വിശ്വാസം ഇല്ലാത്ത ആളാണ് മാമൻ. ഭയങ്കര ഇറിറ്റേറ്റഡ് ആയ സമയത്ത് മാമിനോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്ത്രീ ഇയാൾക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വന്നത്. മാമൻ ചീത്ത വിളിച്ചു, നല്ല രീതിക്ക് ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി പോന്നു. കാരണം അവിടെ നോക്കിക്കേ, മാമന് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ശത്രുക്കളോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളും ഇല്ല. ഇവിടെ നോക്ക്, ഭാര്യനോട് അത് പറയുന്ന സമയത്ത് നോക്കിക്കേ, അവിടെ ഒരു ദാമ്പത്യ പ്രശ്നം വരെ ഉണ്ടാക്കിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ദാമ്പത്യ പ്രശ്നം വരെ ഉണ്ടാക്കിപ്പിക്കുകയാണ്. അങ്ങനെ മാമൻ ചീത്ത വിളിച്ചിട്ട് ഇത് എന്തൊക്കെ ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ മാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മാറാനൊരു കാര്യം ചെയ്താൽ മതി, ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഇത്ര രൂപയുടെ അരിയും ഇറച്ചിയും കൊടുത്താൽ മതി. മാമി വരെ എന്റെ സാമ്പത്തിക സ്ഥിതി എന്താണോ, എന്റെ അവസ്ഥ എന്താണോ ഒന്നും നോക്കാതെ അവരെന്നെ സജസ്റ്റ് ചെയ്യാണ്. ഈ ഒരു പ്രക്രിയക്ക് ഒരു ഫീസ് ഉണ്ട്, ഐ തിങ്ക് ഒരു അറൌണ്ട് 4,000 ഈ പ്രക്രിയക്ക് ഫീസ് മേടിക്കാതെ കൂടാതെ ഇവരെന്നെ പറയണം ഇത് മാറാൻ വേണ്ടി. ഇറ്റ്സ് ബിസിനസ്, ഇറ്റ്സ് പക്കാ ബിസിനസ്. അത്രേ ഉള്ളൂ. പലർക്കും വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈ അവസ്ഥ, പലർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സിഹറും കൂടാത്രല്ലോ ശരിക്കും ഉള്ളതാ? അല്ലെങ്കിൽ മനുഷ്യൻ എന്ത് സുഖം, ഇവിടെ കോടതിയും പോലീസും ഒക്കെ വേണോ? ഞാൻ അങ്ങനെ ചോദിക്കാണ്. ഈ കൂടോത്തവും സിഹറും മാരണവും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പോലീസൊക്കെ വേണം. വലിയ ചെലവും കുറവാന്ന് കേട്ടോ. 5,000-4,000 രൂപ ഉണ്ട്. 5,000-4,000 ഓളൊരു എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കണം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അതിലൊന്നും വിശ്വാസം ഉണ്ടാക്കില്ല. ഓളത് പറഞ്ഞപ്പോ ചെറിയൊരു ഇത് ഞാൻ പറയാം. ഈ സിഹറിലും കൂടോത്രവും ഫലിക്കും. ആർക്കെന്നറിയാം? അത് വിശ്വസിക്കുന്നവർക്ക്. ആ വിശ്വസിക്കുന്നവർക്ക് കൂടോത്രം ഒന്നും ചെയ്യേണ്ട. ഒരു കോഴിക്കുട്ടിയിൽ ഓം ശൂശു എഴുതിയിട്ട് വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചാൽ അവർ തകർന്നു. അത് ആ കൂടോത്രം കൊണ്ടല്ല, അവർക്ക് ആ കൂടോത്രത്തിനെ കൊണ്ടുള്ള വിശ്വാസമാണ്. അപ്പൊ മൈൻഡ് പറയും, നിനക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ട്, നീ എന്ത് ചെയ്താലും റെഡി ആവില്ല. പിന്നെ കൂടോത്രമാണ് നമ്മളെ എന്ത് ചെയ്യാ, അതിന് കൂടോത്രം ചെയ്യേണ്ട. ഒരു കോഴിമുട്ട എടുത്ത് ഷൂ എഴുതിയിട്ട് 4 ചെത്തിപ്പൂവും വെച്ച് ഒരു വെറ്റിലയിൽ അവിടെ കൊണ്ടുവച്ചാൽ മതി. അത് വിശ്വാസമുള്ള അത് മതി, ചെയ്യണമെന്നില്ല. യേശുക്രിസ്തു പറയുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. യേശുക്രിസ്തു പറയുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അത്രേ. അല്ല, എനിക്ക് ഈ കൂടോത്രത്തിൽ വിശ്വാസമുള്ളവരോട് ഞാൻ ഒറ്റ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, പിന്നെ ഇവിടെ കോടതിയും പോലീസും ഒക്കെ, നമുക്ക് ഒരാളോട് ദേഷ്യമാണ്, അയാളെ തകർക്കണം, ഈ പണിയെടുത്താ പോരെ? കൊല്ലണോ അല്ലെങ്കിൽ അയാളെ ചീത്ത വിളിക്കണോ? ഒന്നും ചെയ്യണ്ട. എനിക്ക് ഇന്ന ആളോട് ദേഷ്യം, നേരെ 5,000 രൂപ കൊടുക്കുക, കൂടോത്രം ചെയ്യാം, പോരെ? ഞാൻ ചോദിക്കുകയാണ്. എനി ഒബ്ജെക്ഷൻസ് ഫോർ ദാറ്റ്? ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പവർ, സൂപ്പർ നാച്ചുറൽ പവർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കോടതിയും നിയമവും അല്ലെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും തകർത്തൂടെ? അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തോരം ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവരെ റെഡിയാക്കി എടുത്തൂടെ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെടുന്നവർ, എന്തോരം ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവരെയൊക്കെ റെഡിയാക്കി എടുത്തൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ? അതെ, അതുള്ളേ. അത് വേറെ തട്ടിപ്പ്. ജോലി ഇല്ലാത്തവര് ജോലി മേടിച്ചു കൊടുക്കും, 25,000. പിന്നെ മറ്റേ മാല, വെള്ളം, അങ്ങനത്തെ പല ഏർപ്പാടുകളുണ്ടല്ലോ. അവൻ അതുണ്ടെങ്കിൽ അവൻ അത് വെച്ച് അവന് കോടീശ്വരനായ പോലെ ഇത് വിൽക്കാൻ നടന്ന് കോടീശ്വരനാവാൻ നിൽക്കണോ? നമ്മുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യാണ്.
മിഡിൽ ക്ലാസ്സുകാരാണ് ഇതിൽ പെട്ടുക. ലോ ക്ലാസ്സുകാർക്ക് ഇതിനുള്ള ചെലവ് എടുക്കാൻ പൈസ ഉണ്ടാവില്ല. അവര് തട്ടിമുട്ടി ജീവിച്ചു പോയിരിക്കും. അപ്പർ ക്ലാസ്സിന് ഇതിന് ആവശ്യമില്ല. മിഡിൽ ക്ലാസ്സുകാരാണ് ഇതിൽ പെട്ടു. കാരണം മിഡിൽ ക്ലാസ്സിന് എപ്പോഴും എന്താ അപ്പർ ക്ലാസ് ആയിട്ട് ജീവിക്കണം എന്നുള്ള വ്യാമോഹം. ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് മാം. ഹസ്ബൻഡിന് ജോലിയില്ല, അങ്ങനെ അവര് മൊയിലിയരെടുത്തിട്ട് പോയപ്പോ അവർക്ക് പഞ്ചസാര കൊടുത്തു ചായയിൽ കൊടുക്കാന്. അപ്പൊ ഇവര് ഈ ഒരു വിശ്വാസത്തിനുള്ളില് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവുന്നു. അപ്പൊ ഇവര് അത്രയും സൈലന്റ് ആയിട്ട് ഹസ്ബൻഡിനെ വെറുപ്പിക്കാണ്ട് ഈ ഒരു വിശ്വാസത്തിൽ പോവുകയാണ്. അങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ സ്വയം തോന്നി, ഒരാൾ ഇങ്ങനെ പിന്നിന്ന് പ്രസ് ചെയ്യുമ്പോ അത്ര ശ്രദ്ധിക്കൂലല്ലോ. ശാന്തിയപ്പോ സ്വയം പോയി. അപ്പൊ ഇവരെ വിശ്വാസം ഇവരെ ചെയ്തിട്ടാണ്. വിശ്വാസം കാരണം പോസിറ്റീവായിട്ട് സംഭവിക്കാറുണ്ട്. പക്ഷെ ഇവിടൊക്കെ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? വൾണറബിലിറ്റി ഉള്ള ആളുകളാണ് ഇത് മാനസിക രോഗം. അതായത് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വൾണറബിലിറ്റി ഉള്ള ആൾ പോവാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്, മനസ്സിന് എന്തൊക്കെ ഒരു വിഷമം, ഒരു മാനസിക രോഗവും ഇല്ലാത്ത ഒരാള്, ഒരു മാനസിക പ്രശ്നവും ഇല്ലാത്ത ഒരാൾ ഉസ്താദിന്റെ അടുത്ത് പോലെ അല്ലെങ്കിൽ മന്ത്രവാദിന്റെ അടുത്ത് പോവാണ്. ആൾക്ക് ഓൾറെഡി ഒരു വൾണറബിലിറ്റി ഉണ്ട് കേട്ടോ. ഇങ്ങനെ പ്രശ്നം പറയാം, നിങ്ങളെ മേലെ കൂടോത്രോട് തീർന്നവൻ ഒരു പ്രശ്നം ഇല്ലാണ്ട് പോയ അവനെ മാനസിക രോഗിയാക്കിയിട്ട് പുറത്തേക്ക് വിടാനും പറ്റും. അതാണ് പ്രത്യേകത. അത്രയേ ഉള്ളൂ. മാഡം പിന്നെ ഒരു ഡൗട്ട് മാഡം, മറ്റേ കുട്ടിന്റെ കാര്യമല്ല, ആ കുട്ടിക്ക് സ്ട്രെസ്ഫുൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഒരു പക്ഷെ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്ന് അവൾക്ക് ഓവർകം ചെയ്ത് അതുമല്ല, ഒരു ആ കുട്ടിയുടെ ഫാമിലി ഫുള്ളും ഇതിനെ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഉമ്മയും ഉപ്പയും ഒക്കെ ഈ മതപരമായിട്ടുള്ള അനാചാരങ്ങളൊക്കെ ബിലീവ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കൂടിയിട്ടാണ്. അതൊന്നും ബിലീവ് ചെയ്യാത്തവരാണ്. മോളെ അങ്ങനെയൊന്നുമില്ല, ഒരു ചേർത്ത് പിടിച്ച് മോളെ അങ്ങനെയൊന്നുമില്ല, ഒരു കൂടോത്രം കൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവില്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തില്ലായിരുന്നു. ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാനസിക രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഐ എം എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. നിത്യജീവിതത്തില് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്ന പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, മേ ബി അത് ഫാമിലി ഇഷ്യൂസ് ആവാം, നിങ്ങളുടെ സ്ട്രെസ് ആവാം, എന്തുമായിരിക്കാം, ആൻസൈറ്റി ആവാം. നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് മാനസിക രോഗമല്ല, മാനസിക പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ പ്രശ്നങ്ങൾ ചികിത്സിക്കാതെ ഇടുകയും നമ്മൾ നോക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് മൂർച്ഛിച്ച് രോഗാവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഞാൻ ഡീൽ ചെയ്യില്ല. അപ്പൊ അത് സൈക്കാട്രിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിക് സോഷ്യൽ വർക്കറും കൂടി ചേർന്നിട്ടാണ് പിന്നെ ട്രീറ്റ് ചെയ്യുക. ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളക്കില്ല. ഒരു മാനസിക രോഗവും ഒരു സിംഗിൾ ഡേ കൊണ്ട് പൊട്ടിമുളക്കില്ല. അതെങ്ങനെയാ വരുന്നത്? ഒരു മാനസിക പ്രശ്നമായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഈ കുട്ടിയുടെ ഇപ്പൊ എന്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുവന്നിരുന്നില്ലെങ്കിൽ ആ കുട്ടി ഡെഫിനറ്റ്ലി എന്തായിട്ട് മാറിയേക്കാം? മാനസിക രോഗിയായിരിക്കാം. ഇത് മൂർച്ഛിച്ച് ശരിക്കും ഒരു ബാധ കയറിയ അവസ്ഥ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അവസ്ഥയിലെത്തൂല്ലേ? മനോരോഗിയായിട്ട് ഗുളികയൊക്കെ കുടിക്കേണ്ട അവസ്ഥയിലെത്തും. മൂർച്ഛിക്കും പല അവസ്ഥകൾ. അതാണ്, ഒരു ദിവസം കൊണ്ട് ഒരു മാനസിക രോഗി ഉണ്ടാവുന്നില്ല. വർഷങ്ങളെടുത്ത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും ഞാൻ മാനസ് മെന്റൽ ഹോസ്പിറ്റലിന്റെ ലൈഫ് മെമ്പർ കൂടിയാണ്. ഞാൻ അവിടെ വിസിറ്റിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. സോ പല രോഗത്തിന്റെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ വലിയൊരു അനുഭവം എന്റെ ഇന്റേൺഷിപ്പ് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് പല രോഗത്തിന്റെയും ഒരു ഉറവിടമായിട്ട് മതപരമായിട്ടുള്ള അനാചാരങ്ങളും വിശ്വാസങ്ങളും തോന്നിയിട്ടുണ്ട്. പലതും നമുക്ക് പുറത്ത് പറയാൻ പോലും മടിയാണ്. പക്ഷെ പലതിനും മതപരമായിട്ടുള്ള പല രോഗങ്ങൾ മൂർച്ഛിക്കാനും കൂട്ടാനും മതപരമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും. ഞാൻ ശരിക്കും ഒരു 14 വയസ്സുള്ള പെൺകുട്ടി ഒരാളുടെ ഹൈറ്റിൽ തറയിൽ തുള്ളുന്ന കണ്ടിട്ടുണ്ട് കുതിരാട്ടത്തിൽ നിന്ന്. DID ആയിരുന്നു. എന്റെ മേലെ കാളിയുണ്ട്. അച്ഛൻ ഭയങ്കര എന്താ പറയാ റിലീജിയസും ആയിരുന്നു. ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ഫിസിക്കലി ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യായിരുന്നു. ചൂരിൽ കൊണ്ടുള്ള അടി, ഭയങ്കര ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും ഒക്കെ നോക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. എന്റെ മേലെ കാളിയുണ്ട്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ഒരാളുടെ ഹൈറ്റിൽ ആ കുട്ടി ചാടുന്നത് ഞാൻ കാളിയാണെന്ന് പറഞ്ഞിട്ട് നാവ് പുറത്തേക്ക് ഇടുന്നു, കണ്ണു തുറത്തുന്നു. ഞങ്ങളത് കറക്റ്റ് നിന്ന് കണ്ട കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാനസിക രോഗത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ. നിങ്ങൾക്ക് എന്നെ ഒന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുമായിട്ട് DID എന്നൊക്കെ നിങ്ങളൊന്ന് എന്താ പറയാ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? മാം, ഞാനിതുപോലെ വേറൊരു ഇത് വായിച്ച മഞ്ജുസൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട്, ഇതേപോലെ സ്ട്രെസ്ഫുൾ മഞ്ജുസൻ സിൻഡ്രോം സിൻഡ്രോം
മഞ്ജൂസിയൻ സിൻഡ്രോം ഞാൻ ടൈപ്പ് അത് ഫേക്ക് ചെയ്യണ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഫേക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഫേക്ക് ചെയ്യുന്നവരുണ്ട്. ഡിസോസിയേറ്റീവ് അങ്ങനെയല്ല, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഫേക്ക് ചെയ്യുന്നവർ, ബാധ കൂടിയമാതിരി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അറ്റൻഷൻ കുറയുമ്പോഴാണ് ഈവൻ DID, ഫേക്ക് ചെയ്യാത്ത DID പോലും പലപ്പോഴും അറ്റൻഷൻ കിട്ടാതെ വരാറുണ്ട്. ഈ DID കാണിക്കുമ്പോൾ കുറെ അറ്റൻഷൻ കിട്ടുമല്ലോ. ഈ DID ഉള്ളവരൊക്കെ തല കറങ്ങി വീഴുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് പരിക്കില്ലാത്ത സമയത്ത് അവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർ തല കറങ്ങി വീഴൂല. അല്ലെ നമ്മൾ ആരും പിടിക്കാതിരുന്നാൽ മതി, അവർ നല്ല സേഫ് ആയിട്ട് തല കറങ്ങും. അതാണ് പ്രത്യേകത. അപ്പോ ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡർ അവിടെ ഫേക്ക് ചെയ്യുന്ന ഒന്നുമല്ല കേട്ടോ, റിയൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ 3 ടൈപ്പ്. എന്തോ അതെങ്ങനെ ഡിഫറൻസ് ചെയ്ത് പറയാൻ പറ്റും? അതൊരു സൈക്കോളജിസ്റ്റിനാണ് പറ്റുക. നമ്മളെടുത്ത് കൊണ്ടുവന്നാലാണ്. അതും ആള് വില്ലിങ് ഒക്കെ ആവണം. അത് കുറെ തെറപ്പി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. വീട്ടിൽ എനിക്ക് നല്ല അനുഭവമാണ്. അമ്മായിയമ്മക്ക് OCD ആയിരുന്നു. അങ്ങനെ അവർക്ക് വെള്ളത്തിന്റെ അലർജി കാരണം ഇതൊക്കെ ചൊറി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉപ്പ അവരെ കൊണ്ടുപോവാത്ത മൊയിലിയന്മാരില്ല, അതുപോലെ ഹിന്ദുക്കൾ എല്ലാത്തിലും കൊണ്ടുപോയിട്ടുണ്ട്. ഉപ്പ മരണം വരെ വീടിന്റെ ആധാരമൊക്കെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഉപ്പ മരിച്ചു, ശ്രദ്ധിക്കാൻ ആളില്ല. പിന്നെ ഉമ്മ കിടപ്പിലായി. പിന്നെ ഒരു സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഉമ്മക്ക് വെള്ളത്തിന്റെ അലർജിയാണ്. അപ്പൊ ഉമ്മക്ക് OCD ആണ്. ഉമ്മ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും കൈയൊക്കെ. അപ്പൊ കിടപ്പിലായപ്പം അവർ കഴുകുന്ന ആ ഒരു ഇത് എന്നിട്ടില്ലല്ലോ, അതിൽ ആ ചൊറി അങ്ങനെ അങ്ങോട്ട് പോയി. കണ്ടോ, ഇതൊക്കെ അനുഭവങ്ങളാണ് കേട്ടോ, അനുഭവങ്ങളാണ്. കൃത്യമായിട്ടുള്ള ചികിത്സയാണ് വേണ്ടത്. അതായത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നത്, എന്റെ അടുത്തേക്ക് എന്തായാലും മാനസിക രോഗികൾ വരെയില്ല, മാനസിക പ്രശ്നമുള്ളവരാണ്. നമ്മൾ അതാണ് സൈക്കോളജി സ്റ്റുഡന്റിന്റെ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ രോഗമോ ഇതൊന്നും ജിന്നും മറ്റൊന്നല്ല, അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉസ്താദിന്റെ അടുത്തേക്കല്ല ഓടേണ്ടത്. അതൊരു ഫാമിലി തെറാപ്പി ചെയ്യുന്ന സൈക്കോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. ആ രീതിയിലേക്ക് സമൂഹം വളർന്നാൽ ഒത്തിരി വ്യത്യാസം. അതുപോലെ മാം ഇവര് ഒരാൾ കൂടെ ഉണ്ടാവുമ്പോ വീഴുന്ന പോലെയൊക്കെ കാണിക്കും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്കറിയാം. നമ്മള് ഇവിടെ റൂമിലൊക്കെ കൊണ്ടുവന്നിട്ട് DID ഉള്ള ഒരു ബാധയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ അവരെന്നെ സബ്ഡ്യൂ ചെയ്യും. മൈൻഡ്, അറ്റൻഷൻ അവരെ മൈൻഡ് ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെ കൂടാ. നമ്മള് ബൈസ്റ്റാൻഡേഴ്സിനോടും റിലേറ്റീവ്സിനോട് പറയാം, നിങ്ങൾ അവരങ്ങനെ കാണിക്കുന്ന സമയത്ത് മൈൻഡ് ചെയ്യണ്ട, അത്രയും. അതെ. അപ്പൊ പാവെന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര ഇതാണ്. എന്റെ കൂടെ വീഴാൻ പോയി ഞാൻ വീണോട്ടെ ഇങ്ങക്ക് തന്നെയല്ലേ കേട് പറ്റുകയെന്ന് പറയുമ്പോ സ്റ്റഡിയിൽ നിൽക്കും. അവരവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കും. അതെ. ഇപ്പൊ 3 ഡിസോസിയേറ്റീവ് ഡിസോർഡറുകളാണ് ഉള്ളത്. ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ ഡിസോർഡർ ഉണ്ട്, ഡിസോസിയേറ്റീവ് അമ്നേഷ്യ ഉണ്ട്, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഉണ്ട് കേട്ടോ. അപ്പൊ 3 ഡിസോർഡർ ആണ്. ഈ 3 ഡിസോർഡറും തേർഡ് ഇയറിനോട് പറയാണ്. ജൂൺ 2023 10 മാർക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഡിസോർഡർ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സിൽ, റെഗുലർ ക്ലാസ്സുകാർക്ക് നാളെ ഇതിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. റെഗുലർ ക്ലാസ് എടുക്കുന്നവർക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പം ഞാൻ ഇതിനെ പറ്റി കൂടുതൽ പറഞ്ഞുതരാം. അപ്പൊ ജെനുവിൻ ആയിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു കേസ് ഡിസ്കഷൻ? കുറച്ചൊക്കെ ഇതിനെ പറ്റി ഒരു സയന്റിഫിക് വശം അറിയാൻ പറ്റിയോ? ഇപ്പൊ സൈക്കോളജി എപ്പോഴും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട്, അതായത് നമുക്കറിയാനും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പാകത്തില്ല. അപ്പൊ സൈക്കോളജി സ്റ്റുഡൻസ് അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. ആ രീതിയിലായിരിക്കണം എപ്പോഴും സൈക്കോളജി പഠിക്കേണ്ടത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒറ്റ റിക്വസ്റ്റ് ആണ്, BAPSH ഗ്രൂപ്പിലുള്ളവരായിരിക്കും പലരും. ഇനിയിപ്പോ നമ്മൾ തേർഡ് ഇയേഴ്സ് ആയിക്കോട്ടെ, ഇന്നത്തെ കേസ് ഡിസ്കഷനെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ ഇടാം. കാരണം ഇന്ന് കുറച്ച് പേരേ ഉള്ളൂ. ഇനി ഇങ്ങനത്തെ ഡിസ്കഷനിൽ ഒരുപാട് പേര് പങ്കെടുക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നതിന് കൂടെ എന്തെങ്കിലും ഉപകാരം വേണ്ടേ? ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ BAPSH ഗ്രൂപ്പിൽ ഇടാം. ഹോപ്പ് ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇനി ഒരു അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ സൈക്കോളജി സ്റ്റുഡൻസിനൊക്കെ ഷെയർ ചെയ്യാം. ഹോപ്പ് ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി വീണ്ടും കാണുന്നവരെ signing off. Bye and take care. Thank you very much.